നമ്മൾ അമിതമായി സന്തോഷിക്കാതിരിക്കാനും ഈ സന്തോഷം, അല്ലെങ്കിൽ ഇപ്പം നീ ഒരു സിനിമ നിർമ്മിതാവാണ്, അല്ലെങ്കിൽ നീ ഒരു സിനിമ ഡയറക്ടറാണ്, അപ്പോഴും ഭജനം അപ്പം നീ അമിതമായ സന്തോഷം ഉണ്ടാവും. കാര്യം നിന്നേക്കാൾ സീനിയറായിട്ട് വന്ന ആൾക്കാർക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല, നിനക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. ഇത് എനിക്ക് പഠനകാലങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എന്നാ പറ്റും? അപ്പോൾ അതുകൊണ്ട് സന്തോഷം ഉണ്ടാകുമ്പോൾ കർത്താവ് പറയും എന്താണ്, ഈ സന്തോഷം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കണമെന്ന് പറയും. മാത്രമല്ല, അതാണ് വിഷയം. മാത്രമല്ല ജീവിക്കണത്. ഇപ്പോൾ നിനക്ക് പഠനത്തിൽ റാങ്ക് കിട്ടി, സാഹിത്യം എഴുതുമ്പോൾ നിനക്ക് അവാർഡ് കിട്ടി. അപ്പോൾ കർത്താവ് പറയും ഈ അവാർഡിൻ്റെ സന്തോഷം മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. എന്താണ്? തൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടാണ്. അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. എല്ലാവരെയും മാറ്റത്തൊന്നുമില്ല, താൻ നിശ്ചയിച്ചുറപ്പിച്ച് മുൻകൂട്ടി പിടിച്ച് തിരഞ്ഞെടുത്ത ആൾക്കാരെ. അപ്പം അങ്ങനെ വരുമ്പോൾ ആധ്യാത്മിക മേഖലയെ വ്യാപരിക്കുകയും ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും സുവിശേഷ ജീവിത രീതി അനുഷ്ഠിക്കുന്നവർക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ കർത്താവ് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. Thank you.